നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കി വരാൻ വാർത്തകൾ അതിവേഗത്തിൽ. പരീക്ഷാ ക്രമക്കേടിൽ മറുപടിയില്ലാതെ കേന്ദ്ര സർക്കാർ. ഇന്ന് നടക്കാനിരുന്ന നീറ്റ് PG പരീക്ഷയും മാറ്റി. പരീക്ഷ മാറ്റിയത് ഇന്നലെ അർദ്ധരാത്രി. പരീക്ഷ റദ്ദാക്കിയത് എന്തുകൊണ്ടെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്ന് ABVP. വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയെന്ന് SFI. മുഖം രക്ഷിക്കാൻ CBI അന്വേഷണവുമായി കേന്ദ്രം. OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക വൈകിട്ട് 4 മണിക്ക്. വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPIM മന്ത്രി. വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവ ആക്രമണം. ഇന്നലെ രാത്രി 3 പശുക്കളെ കൊന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ വൻ പ്രതിഷേധത്തിന് പ്രതിപക്ഷം. BJPക്ക് വെല്ലുവിളിയായി സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മാധ്യമങ്ങളെ അപകടകാരികളായാണ് കേന്ദ്രം കാണുന്നതെന്ന് പ്രബീർ പുർക്കായസ്ത. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. സർക്കാരിനെതിരെ വീണ്ടും വ്യാജ പ്രചരണവുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കമെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും നീക്കം സർക്കാരിന്റെ പരിഗണനയിൽ പോലുമില്ലാത്ത വിഷയമുയർത്തി. T20 ലോകകപ്പിൽ സെമിക്കരികെ ഇന്ത്യ. സൂപ്പർ 8ലെ 2ാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ തകർത്തു. പോർച്ചുഗൽ യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ. തുർക്കിയെ തകർത്തത് എതിരില്ലാത്ത 3 ഗോളിന്. ഇന്ന് ജർമ്മനി സ്വിറ്റ്സർലൻഡിനെയും സ്കോട്ട്ലൻഡ് ഹംഗറിയെയും നേരിടും. കോപ്പയിൽ എക്വഡോറിനെ 1 ഗോളിന് തോൽപ്പിച്ച് വെനിസ്വേല. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനുവേണ്ടിയുള്ള പഠനം നടത്താൻ IIT സംഘത്തെ നിയോഗിക്കും. പുതിയ സ്റ്റാൻഡിനായി ലഭിച്ച വൈറ്റില ഹബിലെ സ്ഥലം ചതുപ്പായതിനാൽ പുതിയ സ്ഥലം കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു. മന്ത്രി MP രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. UDFൽ പുതിയ ഘടകകക്ഷിയെ ഉൾപ്പെടുത്തിയതിൽ ആക്ഷേപം. സാമ്പത്തിക ലാഭത്തിനായുള്ള പെയ്ഡ് സീറ്റെന്ന് ആക്ഷേപമുയരുന്നു. പ്രവാസി വ്യവസായി രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ പാർട്ടിയെയാണ് UDFൽ ഉൾപ്പെടുത്തിയത്. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിന് പരിഹാരം കാണാനുള്ള നേതൃത്വത്തിന്റെ അവസാന നീക്കവും പാളുന്നു. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കുർബാന തർക്കം വരും ദിവസങ്ങളിലും കൂടുതൽ സംഘർഷഭരിതമാകും. KB ഗണേഷ് കുമാർ മുഖ്യ കഥാപാത്രമായ സയൻസ് ഫിക്ഷൻ ചിത്രം ഗഗനചാരിക്ക് തിയേറ്ററുകളിൽ ലഭിച്ചത് വൻ വരവേൽപ്പ്. ചിത്രം കണ്ടിറങ്ങിയവരെ നേരിൽ കാണാനായി മന്ത്രി ഗണേഷ് കുമാറും മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും കൊച്ചിയിലെ തിയേറ്ററിലെത്തി. തിരുവനന്തപുരം കല്ലറയിൽ തെരുവുനായ ആക്രമണം. പാരലൽ കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 3 പേർക്ക് കടിയേറ്റു. കോളേജിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ നായ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയാണ് ആക്രമിച്ചത്. വെള്ളക്കെട്ടും വലിയ കുഴികളും കാരണം യാത്രാ ദുരിതം ശക്തമായ കോഴിക്കോട് നെല്ലിയാടി മേപ്പയൂർ റോഡ് ഗതാഗതയോഗ്യമാക്കി DYFI. ജലജീവൻ മിഷന്റെ പൈപ്പിടൽ കാരണം തകർന്ന റോഡ് കീഴരിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗതാഗതയോഗ്യമാക്കിയത്. കൊച്ചി വിമാനത്താവളത്തിലെ രാജ്യാന്തര പുറപ്പെടൽ യാത്രക്കാർക്കായി കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയുടെ പുതിയ ഷോപ്പിംഗ് സേവനങ്ങൾ ആരംഭിച്ചു. വിമാനത്താവളത്തിനകത്തെ അവസാന നിമിഷ ഷോപ്പിംഗിനായി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പ് ടെർമിനൽ 3ലെ ഡിപ്പാർച്ചർ ഏരിയയിൽ പ്രവർത്തനം തുടങ്ങി. ഇതോടൊപ്പം ടെർമിനലിൽ ചുറ്റിക്കറങ്ങുന്ന ഷോപ്പ് ഓൺ വീൽസ് ബഗ്ഗിയും സേവനം തുടങ്ങി. നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന പങ്കാളികളുടെ
ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഒഡീഷ കണ്ടമാൽ സ്വദേശി രാഹുൽ ഡിഗലിനെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ പോലീസ് ആസ്ഥാനത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ജില്ലയിലെ 32 സ്കൂളുകളിൽ നിന്നായി 64 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരിച്ചവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂലൈ 1 തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വെച്ച് നിർവഹിക്കും. സംസ്ഥാനമൊട്ടാകെയുള്ള ക്യാമ്പസുകളിൽ നവാഗതരെ സീനിയർ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വരവേൽക്കുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തൃശൂർ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ശുഭാപ്തി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷത വഹിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് കാരണമാകുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി. ലഹരി വസ്തു കുട്ടികളുടെ ഇടയിൽ പോലും വ്യാപകമായി ലഭ്യമാകുന്നത് ആശങ്കപ്പെടുത്തുന്നു. ഇതിന്റെ ഉറവിടം കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും സതീദേവി പറഞ്ഞു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ കൊച്ചിയിൽ അറസ്റ്റിൽ. ഞാറക്കൽ സ്വദേശിനിയായ യുവതിക്ക് UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1.5 ലക്ഷം രൂപ കൈക്കലാക്കി ജോലി നൽകാതെ ഇയാൾ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ്. തൃശൂർ ഒല്ലൂർ മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA അവാർഡുകൾ വിതരണം ചെയ്തു. മണ്ണുത്തി കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാസംഗമം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ തളിക്കുളത്ത് സഖാവ് KR കുട്ടൻ രക്തസാക്ഷി ദിനം സംഘടിപ്പിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് 10ാം കല്ല് സെന്ററിൽ അനുസ്മരണ യോഗവും നടന്നു. യോഗം CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പന്തീരാങ്കാവിൽ 14 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. വള്ളിക്കുന്ന് സ്വദേശികളായ VP അസീസ്, ഫാരിസ് റഹ്മാൻ എന്നിവരെയാണ് പന്തീരാങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോലാർ സ്വർണ്ണഖനി പുനരുജ്ജീവിപ്പിക്കാനും വീണ്ടും ഖനനം ചെയ്യാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കർണാടക സർക്കാർ അംഗീകരിച്ചു. കോലാറിലെ ഖനികളിൽ നിന്ന് ഭാരത് ഗോൾഡ് മൈൻഡ് ലിമിറ്റഡ് കമ്പനി കുഴിച്ചെടുത്ത 3.3 കോടി ടൺ മണ്ണിൽ നിന്നും വീണ്ടും സ്വർണം വേർതിരിക്കാനാണ് പദ്ധതി. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു. ഇന്നലെ രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത്. പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ GST പരിധിയിൽ നിന്ന് ഒഴിവാക്കി. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി, വിശ്രമമുറി, ക്ലോക്ക് റൂം എന്നീ സേവനങ്ങളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. റെയിൽവേ സ്റ്റേഷനുകളിലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ ഉപയോഗിക്കുന്നതിനും GST ഈടാക്കില്ല. ഹരിയാനയിൽ വാഹനത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ട പോലീസുകാരനെ റോഡിലൂടെ മീറ്ററുകളോളം വലിച്ചിഴിച്ച ഡ്രൈവർ. ആളെ കയറ്റാൻ റോഡിന് നടുവിൽ കാർ നിർത്തി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് വിവരം. രേണുകാസ്വാമി വധക്കേസിൽ നടൻ ദർശൻ തുക്കുദീപയെയും മറ്റു 3 പ്രതികളെയും ജൂലൈ 4 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ദർശൻ, പ്രദോഷ്, വിനയ്, ധനരാജ് എന്നിവരെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ പാർപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ജൂലൈ 4 അടുത്ത വാദം കേൾക്കുന്നതുവരെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ ലൈംഗിക അതിക്രമ കേസിൽ കുരുങ്ങി സഹോദരനും. പ്രജ്വലിന്റെ സഹോദരനും JDS നേതാവുമായ
സൂരജ് രേവണ്ണയ്ക്കെതിരെയാണ് യുവാവിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത്. സൂരജിന്റെ ഫാം ഹൌസിൽ വെച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. യുഎന്നിലെ ഉന്നത മനുഷ്യാവകാശ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായങ്ങൾ നിരസിച്ച് ഇന്ത്യ. സുതാര്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും തത്വങ്ങൾ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ സ്വാധീന നിയമങ്ങളെക്കുറിച്ചുള്ള യുഎന്നിലെ ഉന്നത മനുഷ്യാവകാശ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായമാണ് ഇന്ത്യ നിരസിച്ചത്. ആഗോളതലത്തിൽ മനുഷ്യജീവൻ കവരുന്നതിൽ 2ാം സ്ഥാനം അന്തരീക്ഷ മലിനീകരണത്തിനെന്ന് ഹെൽത്ത് ഇഫക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. വായുമലിനീകരണം മൂലം ഏറ്റവും അധികം മരണമുണ്ടാകുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. ഇന്ത്യയിൽ മാത്രമായി മരിച്ചത് 21 ലക്ഷം പേർ. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ 6 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായവരിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയും പിതാവും. 40 ലക്ഷം രൂപ നൽകിയാണ് ചോദ്യപേപ്പർ സംഘടിപ്പിച്ചതെന്ന് പിതാവിന്റെ മൊഴി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് അർമേനിയയും. ഇതോടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന 149ാമത്തെ രാജ്യമായി അർമേനിയ മാറി. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള അർമേനിയയുടെ പ്രസ്താവന പുറത്തുവിട്ടു. ജോലിക്കാരെ ചൂഷണം ചെയ്തതിന്റെ പേരിൽ ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പായ ഹിന്ദുജ കുടുംബത്തിലെ 4 അംഗങ്ങൾക്ക് സ്വിറ്റ്സർലൻഡ് കോടതി തടവ് ശിക്ഷ വിധിച്ചു. പ്രകാശ് ഹിന്ദുജ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവർക്ക് 4.5 വർഷവും മകൻ, മരുമകൾ എന്നിവർക്ക് 4 വർഷത്തെ തടവുമാണ് ശിക്ഷ. കുടിയേറ്റ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. US കോളേജുകളിൽ നിന്ന് ബിരുദം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങുന്നത് തടയാൻ ഓട്ടോമാറ്റിക് ഗ്രീൻ കാർഡ് നൽകുമെന്ന് ട്രംപ് പറഞ്ഞു. നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ട്രംപിന്റെ മനംമാറ്റം. ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ഷെല്ലാക്രമണം. 25 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 1 ദശലക്ഷത്തിലധികം ഫലസ്തീനികൾ അഭയം തേടിയ റഫേലെ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. സഞ്ചാരികൾക്ക് അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് നൽകുന്നതിന് വിലക്കുമായി സ്പെയിനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ബാർസിലോണ. നഗരവാസികൾക്ക് താമസിക്കാൻ ഇടം ലഭിക്കാതെ വരുന്നതിന് പിന്നാലെയാണ് വിനോദസഞ്ചാരികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിന് വിലക്ക് ഒരുങ്ങുന്നത്. ലണ്ടനിൽ മലയാളി ദമ്പതികളുടെ 4 വയസ്സുകാരിയായ മകൾ അസുഖം മൂലം അന്തരിച്ചു. ചങ്ങനാശ്ശേരിക്കാരായ ടിജോ അഞ്ജു ദമ്പതികളുടെ മകൾ ഏഞ്ചലാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. മകളുടെ അവയവദാനത്തിനുള്ള സമ്മതം മാതാപിതാക്കൾ രേഖാമൂലം നൽകി. ഡെൻമാർക്കിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് രാജ്യത്തേക്ക് കുടിയേറുന്നത് എളുപ്പമായിരിക്കുന്നതിനായി കുടിയേറ്റ നയം പരിഷ്കരിച്ചു. ഈ മാറ്റങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സോഷ്യൽ ഹെൽത്ത് കെയർ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ പോസിറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ബ്രിട്ടന് പിന്നാലെ അയർലൻഡിലും മേയറായി മലയാളി. സൗത്ത് ഡബ്ലിൻ കൗണ്ടി കൗൺസിലിന്റെ പുതിയ മേയറായി അങ്കമാലി സ്വദേശിയായ ബേബി പേരപ്പാടിനെ തെരഞ്ഞെടുത്തു. അയർലൻഡിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ വംശജൻ മേയർ സ്ഥാനത്തേക്ക് എത്തുക. പ്രമേഹ രോഗത്തിനുള്ള വ്യാജ ഒസെംപിക് മരുന്നുകൾ വിപണിയിൽ. മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. വ്യാജ ഒസെംപിക് മരുന്നുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് WHO മുന്നറിയിപ്പ് നൽകുന്നു.